ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പെരുന്നാളായിട്ട് നമുക്ക് ഇത്തവണ ഒരു ചെമ്മീൻ ബിരിയാണി ട്രൈ ആക്കി നോക്കിയാലോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്രോൺസ് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയൊരു മസാല പരട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് അരി വേണ്ടത് നമ്മുടെ ബിരിയാണി അരി തന്നെയാണ് കേട്ടോ. ബിരിയാണി അരി അത് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പാൻഡൻ ലീവ്സ്, ലെമ്പേല എന്നൊക്കെ പറയും, അത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഇലയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല നമുക്ക് നെയ്ച്ചോറിലേക്കൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സ്പൈസസും, പിന്നെ നമുക്കതിലേക്ക് അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒരു 3/4 വേവ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് ചോറ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീൻ്റെ ആ ഒരു ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണമെങ്കിൽ പെരുന്നാളിന് നല്ല ഈസിയാണ്. ഇത് സബോളയും തക്കാളിയും കൂടെ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. ഒരു 7-8 അടി വരെ നമ്മൾ കുക്കറിൽ കുറേ അധികം സബോളയും തക്കാളിയും കൂടെ ഒന്നിച്ചാക്കിയിട്ട് അങ്ങനെ വേവിച്ച് ഫ്രീസറിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇതേപോലെ എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച്, അപ്പോൾ ഓൾറെഡി നല്ല കുക്കായിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ, അപ്പോൾ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നമ്മൾ അരച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതും കുറേശ്ശെ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. 3 മസാലകളും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നത്, ചെമ്മീൻ്റെ ഞാൻ അളവൊന്നും ഇല്ല നമ്മൾ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം അളവിൽ നമുക്കൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും അത് കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല കൂടി നിൽക്കണം, നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ, പിന്നെ അതേപോലെ ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കളർ മാറ്റത്തിനും ഒരു ടേസ്റ്റിനും കൂടെ അപ്പോൾ കുറച്ച് ചേർത്ത് മതി. നമ്മൾ കൂടുതൽ പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല മസാല ആയി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായി ഒന്ന് കുക്കായി മണമൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് നമ്മൾ പുളിയില്ലാത്ത തൈരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ട് നമ്മളതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഒരു 3/4 വേവ് നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുവിധം കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതേപോലെ നേരത്തെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഉള്ളി ഇതേപോലെ വറുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൂടുതലൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലും കറികളിലൊക്കെ ചേർക്കണമെങ്കിലൊക്കെ നേരത്തെ അതേപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഇതിപ്പോൾ പെരുന്നാളിനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇതേപോലെ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ അതും ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണിക്ക് മസാല ആക്കാറുള്ളത്. പൊരിച്ചിട്ടുള്ളതാണ് നമുക്കിഷ്ടം. അത് ചിക്കനായാലും പൊരിച്ചത് തന്നെയാണ് കൂടുതലും ഇഷ്ടം. മറ്റേ ടൈപ്പും വെക്കാറുണ്ട്, പക്ഷെ പൊരിച്ച് വെക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പിന്നെ നമ്മുടെ ചോറ് ഒരു 3/4 വേവാകുമ്പോൾ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. വേണമെങ്കിൽ വേവിക്കുമ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ അത് ഊറ്റി വെക്കുന്നത്. പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ, ഇപ്പോൾ വേണമെങ്കിൽ പാലിലായാലും കുഴപ്പമില്ല, പാലിലാണെങ്കിലും വെള്ളത്തിലാവുമ്പോഴാണ് കുറച്ചും കൂടെ കളറിൽ കിട്ടുക. കുങ്കുമം ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് യെല്ലോ കളർ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. യെല്ലോ കളർ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കുങ്കുമം ഇല്ലാത്തവർ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു തുള്ളി വെള്ളത്തിൽ കലക്കി വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, ബിരിയാണിയുടെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് അടിയിൽ കുറച്ച് ചോറ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് അതിലേക്ക് നമ്മുടെ കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ എസൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള
ഉള്ളി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മല്ലിയിലൊക്കെ ഒരു തരീശ ഇട്ട് കൊടുക്കുക. അത് നിർബന്ധമില്ല, നമുക്ക് മോഡലാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിയിലൊരു സ്മെൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മറ്റേ മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള ചോറ് മുഴുവനോടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കളറ് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയില കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നെയ്യാണല്ലോ ബിരിയാണിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ മിൽമയുടെ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് RKG, അപ്പോൾ RKG ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മെല്ലുണ്ടാവും. അപ്പോൾ അതെന്തായാലും ബിരിയാണിക്ക് നെയ്യിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിലാണ് ഒരു ബിരിയാണി ആവുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉള്ളി കുറച്ചിട്ട് കൊടുക്കാം. ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി അതും മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇനി നമുക്കിത് ദമ്മിന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് അടുപ്പത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷന് വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായതുകൊണ്ടാണ് കൂടുതൽ ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്തവണ പെരുന്നാളിന് ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാ അല്ലാഹ് മറ്റു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.